ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന്. നമ്മളിന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയിൽ നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറി. ഇതിനാവശ്യമായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ ഞാനൊരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് 2ഓ 3ഓ ആക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു മെയിൻ ഐറ്റമാണ് ഇതാണ് അതിനെ ടേസ്റ്റ് കൂട്ടുന്നത്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ആവശ്യമായിട്ട് കൊച്ചുള്ളി വേണം, 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് കൂടെ ഉണ്ട് അതിൽ. പിന്നെ തേങ്ങ ഞാൻ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിന് വേണ്ട ഒരു മസാലക്കൂട്ടാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ ബീഫാണ് ഇതിനെടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തത് പാനിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഒരുപാട് ചൂടായി പോയാൽ അത് മസാല കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു മസാലക്കൂട്ടിനെ തയ്യാറാക്കി എടുക്കുന്നത്. ചൂടാക്കി കൊടുത്ത് ചെറിയ ചൂടോടെ അതിനെ മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് കുക്കറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിന് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി ഇതായതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു ശകലം അതിൽ നിന്നെടുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട, ഒരു ഗോൾഡൻ കളറായി ആ പച്ചമണം മാറും വരെ മതി. അത് അതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂണും കൂടെ, ഒരു 2 സ്പൂണും കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് ഇതിനകത്തോട്ട് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. ഓൾറെഡി ഇതിന്ന് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങും. അപ്പോഴത്തേക്കും നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം എല്ലാം മാക്സിമം കളഞ്ഞതിന് ശേഷം ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. മീതെ മാത്രം ഇളക്കി വയ്ക്കാതെ നമ്മൾ താഴേന്ന് തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം ഇതിന് വേണ്ടി തയ്യാറാക്കി എടുക്കാൻ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു വിസിൽ കേട്ടതിന് ശേഷം സിമ്മിലിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിക്കണം 2 വട്ടം. അപ്പോഴത്തേക്ക് ഏകദേശം പാതി വേവാകും. പിന്നെ ഇതിന് വേണ്ടി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച പാനിൽ തന്നെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ തേങ്ങയും അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് എണ്ണയിൽ ചൂടാക്കുന്നുണ്ട്. എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇത് ഈ പറയും പോലെ ഒരുപാട് ബ്രൗൺ കളറിലോട്ടൊന്നും പോകണ്ട. ഏകദേശം ഈ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ വരെ നമുക്കതൊന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷമാണ് നമ്മളിതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ ബീഫിലോട്ട് ഇതെല്ലാം ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചിലവർക്ക് അത് ഇടുന്ന ഇഷ്ടം കാണത്തില്ല, അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ചിലവർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഒരു 2 കുഞ്ഞു ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ തിക്കാവാനും പിന്നെ ഈ പറയും പോലെ നല്ല കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടാനും കൂടെ നന്നായിട്ട് സഹായിക്കുന്ന ഒരിതാണ് ഉരുളക്കിഴങ്ങ്. അപ്പം ഇനി ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് മിക്സ് ചെയ്യുവാണ്. ഇത് മീതെ മാത്രം നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഇത് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് താഴേന്ന് തന്നെ അടിയിലോട്ടുള്ള എല്ലാ ബീഫും മുകളിലോട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കറക്റ്റ് ഒരു പരുവാക്കി വെക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നന്നായിട്ട് ഇളക്കി അതിന് പാകമായിട്ട് വയ്ക്കുന്നതെന്ന്. അതാണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിന് നന്നായിട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് അത് കറക്റ്റാക്കി വയ്ക്കുവാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കറിലോട്ട് വയ്ക്കുന്നത്.
എന്നാലേ എല്ലാത്തിലും പിടിക്കുള്ളൂ. പിന്നെ നേരത്തെ ഞാനൊരു സീക്രട്ട് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. നമ്മൾ മൂപ്പിച്ചെടുത്ത വറ്റൽമുളക്, അതിൻ്റെ കൂടെ മല്ലി, പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് ഗരം മസാല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഈ കറിയിൽ അതും കൂടെ ചേർക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു എന്താ പറയുക, കറിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കൂട്ട്, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുകയാണ്. ഒരു 4-5 വിസിൽ കേട്ടാൽ മതി. നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി 2 വിസിൽ കേൾപ്പിച്ച് ഏകദേശം ഇത് ഹാഫ് കുക്കായി കഴിഞ്ഞു. അതിനുശേഷം അതാണ് നമ്മൾ കറി ഇവിടെ റെഡിയായി. 4-5 വിസിലൊക്കെ ഇട്ട് നമ്മൾ എടുത്തതിന് ശേഷം കുരുമുളക് വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂൺ കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ എടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഏരിയയുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് നമ്മളൊരു 2 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില, മല്ലിയില ഉള്ളവർക്ക് അതിടാം. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റിനും മണത്തിനും ഗുണത്തിനും നല്ലത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്